ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുകുടുംബത്തിലേക്ക് സ്വാഗതം. സുകുടുംബത്തിലെ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇതാ നല്ല ഫ്രഷ് ചെമ്മീനും മാങ്ങയും ചാറ് വെച്ചു. പിന്നെ ഇതാ അരിഞ്ഞൊക്കെ വെച്ചിരുന്നുണ്ടല്ലോ തോരനുള്ള വാളവരപ്പയർ, ആ പയർ തോരൻ വെച്ചു. പിന്നെ ഇതാ ഇച്ചിരി ചിക്കൻ പെരളൻ വെക്കാമെന്ന് വിചാരിച്ച്. ഒത്തിരി ഒന്നും കറിയൊന്നും ഇല്ലാതെ നല്ല പെരളനായിട്ട് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞാനിതെല്ലാം പകുതി പണിയെല്ലാം ആയപ്പോഴത്തേക്കാണ് ഓർത്തത്. എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് വറുത്ത്, കറിവേപ്പിലയൊക്കെ ഇട്ടു, സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി ഗരം മസാല എല്ലാം കൂടി ഇട്ട്, ഹോൾ മസാലകളുണ്ടല്ലോ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അതെല്ലാം കൂടി ഇട്ട് കടുക് വറുത്ത്, പിന്നെ സവാള, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് സ്പൈസസ് എല്ലാം കൂടി ഇട്ട്, ഗരം മസാലയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം കൂടി ഇട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും കുറച്ച് തക്കാളി ഇട്ടു. തക്കാളി എല്ലാം കൂടി ഇട്ട് തക്കാളി എല്ലാം നല്ലതായിട്ട് വെന്ത് വഴന്ന് ഇനിയിപ്പോൾ ചിക്കൻ ഞാൻ കഴുകാൻ വെച്ചിരിക്കുന്നു. ഇച്ചിരി ഉപ്പും വിനാഗിരിയും എല്ലാം ഇട്ട് ഒന്ന് കഴുകിയെടുക്കണം. ചിക്കനൊക്കെ അങ്ങനെ കഴിയില്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും ഇടും, പിന്നെ വിനേഗറും ഒഴിക്കും. അങ്ങനെ ചിക്കനെല്ലാം കഴുകാനായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. അത് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ ഇതിലേക്കൊന്നിട്ട് ഒത്തിരി ചാറൊന്നും ഇല്ലാതെ പെരളനായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം അല്ലേ. അപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകിയെല്ലാം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാവേ. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കയറി കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് ചിക്കനുമായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇനിയിപ്പോൾ അതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, ഓക്കെ, അതങ്ങനെ തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. ചിക്കൻ തിളച്ച് അതിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വയ്ക്കുക. എന്നിട്ടൊരു 25 മിനിറ്റ് മതിയാകും. പിന്നെ പെരളനാണല്ലോ, ഒത്തിരി ചാറൊന്നും വേണ്ടല്ലോ. അപ്പോൾ
നന്നായിട്ടൊന്ന് വറ്റട്ടെ. ഓക്കെ, നമ്മുടെ ചിക്കൻ പെരളൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു എന്താ മേമ്പൊടിയായിട്ട് ഇച്ചിരി ഗരം മസാല. ഇനി ഇച്ചിരി കുരുമുളക് പൊടി. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഓക്കെ, എന്നിട്ടിതങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ പെരളൻ റെഡി ആയിട്ടുണ്ട്. കണ്ട, നിങ്ങളെന്താ ചെയ്യേണ്ടേ? വീഡിയോ കണ്ടിട്ട് ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു.